സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപത കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സംഘടനയായ മാവോയിസ്റ്റ് നക്സൽ സംഘടനകളുടെ സാമ്പത്തിക ഉറവിടമായി ചില വൈദികർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കുറെ കാലമായി ചർച്ച ചെയ്യുന്ന കാര്യമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപൊലിത്തയുടെ വികാരി മാർ ജോസഫ് പാംബ്ലാനി ഇപ്പോൾ അവരുടെ സംരക്ഷകനായി മാറിയിരിക്കുന്ന കാഴ്ചയാണ്. അഥവാ അവരെ സംരക്ഷിക്കുവാനാണ് നാടകങ്ങളിലൂടെ എറണാകുളത്ത് എത്തിയിരിക്കുന്നത് എന്നുള്ള വിവരം നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്നത് തന്നെയാണ്. ആഗോള കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ വലിയ സഭയായ സീറോ മലബാർ സഭയുടെ സ്വത്വത്തെ തകർത്തുകൊണ്ട് സഭാ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കുക എന്നുള്ളതാണ് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള കഴിഞ്ഞ 6 പതിറ്റാണ്ടിനിടയിലെ വൈദിക കലാപത്തെ വിലയിരുത്തുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യം. അത്തരം പ്രവർത്തനങ്ങളുടെ കഴിഞ്ഞ 8 വർഷത്തിനിടയിലെ ചരിത്രം അത് തീവ്രവാദ പ്രവർത്തനത്തിന്റെ ചരിത്രം കൂടി തന്നെയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കൂത്തഴിഞ്ഞു കിടക്കുന്ന അതിരൂപതയുടെ സാമ്പത്തിക വിഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഏക വൈദികൻ മാത്രമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപൊലിത്ത എന്ന നിലയ്ക്ക് 2016 മാർ ജോർജ് ആലഞ്ചേരി സമഗ്രമായ ഓഡിറ്റിംഗ് നടത്തിക്കൊണ്ട് സാമ്പത്തിക വിഭാഗത്തിന് ഒരു ഓഫീസ് തന്നെ ക്രമീകരിക്കുവാൻ ശ്രമിച്ച സാഹചര്യത്തിലാണ് അതിരൂപതയുടെ കുത്തഴിഞ്ഞു കിടന്ന സാമ്പത്തിക കടുകാര്യസ്ഥതയുടെ മൂലം വന്ന കടബാധ്യത തീർക്കുവാൻ ഉപയോഗശൂന്യമായി കിടന്ന തുണ്ടുഭൂമികൾ നിശ്ചിത വിലയ്ക്ക് വിൽക്കുവാൻ അതിരൂപതയുടെ നയാമിക ഫോറങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച് ദൈനംദിന കാര്യങ്ങളുടെ ചുമതല കൂടി ഉണ്ടായിരുന്ന അന്നത്തെ സഹായമെത്രാൻ മാർ സെബാസ്റ്റ്യൻ ഇടയന്ത്രത്തിലൂടെ കച്ചവടം നടത്തിയത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കൂത്തഴിഞ്ഞ വ്യവസ്ഥയുടെ കാരണക്കാരനായ സഹായമെത്രാന്റെ നേതൃത്വത്തിൽ തുണ്ടുഭൂമി കച്ചവടത്തെ വിവാദമാക്കി മാർ ജോർജ് ആലഞ്ചേരിയെ അട്ടിമറിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാർ ജോർജ് ആലഞ്ചേരി സാമ്പത്തിക വിഭാഗത്തിൽ ക്രമീകരണം വരുത്തിയതോടുകൂടി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികൻ കൂടിയായ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയുടെ നേതൃത്വത്തിൽ മാവോയിസ്റ്റുകളുടെ സാമ്പത്തിക കോഴ്സുകൾ അടയുകയാണ് ചെയ്തത്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റ് തീവ്രവാദ ബന്ധമുള്ള ചില NGO-കൾക്ക് ആവശ്യമായ സാമ്പത്തിക ക്രമീകരണം ഫാദർ അഗസ്റ്റിൻ വട്ടോളി വിവിധ ഘട്ടങ്ങളിൽ അതിരൂപതയിൽ നിന്ന് കൊടുത്തതിന്റെ രേഖകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം തന്നെ. തുണ്ടുഭൂമി കച്ചവടത്തെ വിവാദമാക്കിക്കൊണ്ട് ആദ്യ വാർത്താ സമ്മേളനം നടത്തിയതും അഗസ്റ്റിൻ വട്ടോളിയാണ് എന്നുള്ളത് ഓർക്കേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ മെത്രാപൊലിത്തൻ വികാരിയായ മാർ പാംബ്ലാനിയെ പറ്റി ഫാദർ വട്ടോളി പറഞ്ഞത്, സെമിനാരി കാലം മുതൽ അയാൾ നമുക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ്, അയാളെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നാണ്. 2017 ഓഗസ്റ്റിലെ സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് തലശ്ശേരി അതിരൂപതയുടെ സഹായ മെത്രാനായി മാർ പാംബ്ലാനിയെ തിരഞ്ഞെടുത്തത് മുതൽ 2017 ഡിസംബറിൽ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപത കേന്ദ്രീകരിച്ചുള്ള അട്ടിമറി ആരംഭിക്കുകയായിരുന്നു. ഓർക്കുക, മാർ പാംബ്ലാനി സീറോ മലബാർ സഭയിലെ ഒരു എപ്പിസ്കോപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട 3 മാസത്തിന് ശേഷം സീറോ മലബാർ സഭയുടെ സ്വത്വത്തെ തകർക്കുവാനുള്ള പ്രവർത്തിക്കാനുള്ള എറണാകുളം കേന്ദ്രീകരിച്ച് ആരംഭിക്കുകയും അത്തരം പ്രവർത്തനങ്ങൾക്ക് സീറോ മലബാർ സഭയുടെ സിനഡിലെ സംരക്ഷകനായി മാറുകയും ചെയ്തു എന്നുള്ളത്. അതിനുശേഷം എറണാകുളം കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള മുഴുവൻ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും സംരക്ഷക വേഷം കിട്ടിയതിന്റെ ചരിത്രം ഇതിനോടകം തന്നെ വിവിധ ഘട്ടങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കളമശ്ശേരിയിലെയും കലൂരിലെയും സ്ഥാപനങ്ങൾ സംസ്ഥാനത്തെ മാവോയിസ്റ്റ് ബന്ധമുള്ളവരുടെ വിഹാര കേന്ദ്രമായി മാറിയിട്ട് നാളുകൾ ഏറെയായിരിക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മാവോയിസ്റ്റ് ബന്ധമുള്ള വൈദികരുടെ സെമിനാരിയിലെ സഹപാഠിയായ മെത്രാപൊലിത്തൻ വികാരി മാർ ജോസഫ് പാംബ്ലാനി എപ്പിസ്കോപ്പൽ അധികാരം ഉപയോഗിച്ച് അവരുടെ സംരക്ഷണത്തിനായി ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധികാരിയായി നിൽക്കുന്നത്, അഥവാ യഥാർത്ഥ അധികാരിയെ മറവിൽ നിർത്തിക്കൊണ്ട് സൂപ്പർ മെത്രാപൊലിത്ത ചമയുന്നത് സീറോ മലബാർ സഭയെ തകർക്കുന്ന സഭയ്ക്കുള്ളിലെ ശത്രുക്കളെ നേരിടുവാനുള്ള ശക്തി സഭയുടെ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഭരണ സംവിധാനം ഉപയോഗിച്ച് സഭാശത്രുക്കളെയും രാജ്യവിരുദ്ധ ശക്തികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് സഭാവിശ്വാസികൾ ഉണരേണ്ട കാലമായിരിക്കുകയാണ്.